നമസ്കാരം. എന്തായാലും കണ്ണൂരിലെ സഖാക്കൾ എം.വി. ഗോവിന്ദനെയും CPM-നെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികളായ നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന സമൂഹം എം.വി. ഗോവിന്ദൻ മാഷയൊക്കെ തന്നെ ഹൃദയപൂർവ്വം സ്വീകരിച്ചത്. ഹിന്ദിയിൽ ബാനറുകൾ, പ്ലക്കാർഡുകൾ, പോസ്റ്ററുകൾ, കീ ജയ് വിളികൾ ഒക്കെയായിട്ട് എം.വി. ഗോവിന്ദനെയും സഖാക്കളെയും CPM-ന്റെ നേതാക്കളെയും ഒക്കെ സ്വീകരിക്കുന്നത് ബംഗാളികളാണ്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ SIR നടപടികളിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് സുപ്രീം കോടതിയിൽ വരെ പോയി. എന്തുകൊണ്ടാണ് എന്നത് കൂടുതൽ ഇപ്പോൾ നമുക്ക് ബോധ്യമായിരിക്കുന്നു എന്നതാണ് സത്യം. കാരണം ഈ ബംഗാളികളെയൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിൽ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി കുറെ വോട്ട് വാങ്ങാം എന്നുള്ള CPM-ന്റെ സ്വപ്നമാണ് SIR-ഓടുകൂടി തകർന്നു വീണത്. ഈ ബംഗാളികൾക്ക് ബംഗാളിലും ആസാമിലും ഛത്തീസ്ഗഡിലുമൊക്കെ വോട്ടുണ്ട്. അവർ ഇവിടെയും വോട്ട് ചെയ്യണം, അല്ലെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളതായിരുന്നു CPM-ന്റെ തീരുമാനം. പക്ഷേ അത് നടന്നില്ല. എന്തൊക്കെ വന്നാലും ഇപ്പോൾ ബംഗാളികൾ വലിയ പിന്തുണയുമായി എത്തിയിരിക്കുന്നു. മലയാളികളായ കണ്ണൂർ നിവാസികളായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ, CPM പ്രവർത്തകർ ഒരു 90% മേൽ വി കുഞ്ഞികൃഷ്ണനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ബംഗാളികളുടെ പിന്തുണയോടുകൂടി സധൈര്യം മുമ്പോട്ട് പോകാം CPM-ന് എന്ന അവസ്ഥ കൈവന്നിരിക്കുന്നു. എത്ര കഷ്ടമാണ് പാർട്ടിയുടെ സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രമായ മമ്പറത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു സ്വീകരണം നൽകിയത്. പശ്ചിമ ബംഗാളികളാണ് സ്വീകരണം നൽകിയത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 200ഓളം തൊഴിലാളികളാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയെ സ്വീകരിക്കാനെത്തിയത്. 200 പേർ വന്നു. കണ്ണൂർ ജില്ലയിൽ ജാഥയുടെ അവസാന ദിവസമാണ് ഈ ഒരു കൗതുകകരമായ സ്വീകരണം ഉണ്ടായത്. വികസന മുന്നേറ്റ ജാഥയ്ക്ക് അതിഥി തൊഴിലാളികളുടെ ആശംസകൾ എന്ന് ഹിന്ദി ബോർഡിൽ എഴുതി, പ്ലക്കാർഡിൽ എഴുതി LDF സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ജാഥ ക്യാപ്റ്റനായ ഈ വികസന മുന്നേറ്റ ജാഥ എന്നുള്ള നാടകത്തിൻ്റെ ക്യാപ്റ്റനായ M.V. ഗോവിന്ദനെ ബംഗാളികൾ സ്വീകരിച്ചത്. സ്വീകരിക്കാൻ ബംഗാളികളെ ഉണ്ടാകും. ഈ ബംഗാളികളല്ലാതെ വിവരവും ബോധവും രാഷ്ട്രീയ ധർമ്മവും ഒക്കെ പിന്തുടരുന്ന ഒരു CPM-കാരനും ഉണ്ടാകില്ല എന്നത് വ്യക്തം. ലക്ഷക്കണക്കിന് രൂപയുടെ ധനരാജ രക്തസാക്ഷി ഫണ്ട്, കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതി, സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി ഒക്കെ നടത്തി നേതാക്കൾ പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് വൃത്തികെട്ട ന്യായീകരണവുമായി ഇറങ്ങി. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിന് എത്തിയ ആളുകൾ തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. CPM-ന്റെ ഭീഷണി, ലോക്കൽ കമ്മിറ്റികളുടെ വിരട്ടൽ എല്ലാം അതിജീവിച്ചുകൊണ്ട് ആണ് സഖാക്കൾ ഈ ഒരു പരിപാടിക്ക് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് എത്തിയത്. നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്, DNA നേരത്തെ തന്നെ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയിരുന്നു. CPM തകരുന്നു, CPM-നെതിരെ നിൽക്കുന്നു സഖാക്കൾ പോലും. അത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ ബോധ്യമായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ അധപ്പതനം, യാതൊരു നിലവാരവുമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങളെ വഞ്ചിക്കൽ, പറ്റിക്കൽ, ജനജീവിതം തടസ്സപ്പെടുത്തൽ, ദുസ്സഹമാക്കൽ, സഹകരണ ബാങ്കുകൾ വഴി കോടികളുടെ തട്ടിപ്പ്, വെട്ടിപ്പ്, രക്തസാക്ഷി ഫണ്ട് പോലും തട്ടിക്കുന്നു, വെട്ടിക്കുന്നു. എന്നിട്ടും വൃത്തികെട്ട, നെറികെട്ട, പിതൃശൂന്യമായ ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് വീണ്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാനും നാണമില്ലാതെ കിടന്ന് അലറാനും M.V. ഗോവിന്ദൻ മാഷിനും കൂട്ടർക്കും ഇപ്പോഴും ഒരു മടിയുമില്ല എന്നതാണ് സത്യം.